പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അവന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഇത് കർത്താവ് നമുക്കായി ഉണ്ടാക്കിയ ദിവസം. ഇന്നത്തെ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിച്ച് എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നേരിടേണ്ട വന്നാലും ഒരു കാര്യം ദൈവമക്കൾ ഉറപ്പിച്ചോണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കണം. whatever the situation arises, I am going to master it. ഞാൻ അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങും? അതിൻ്റെ മേൽ ഞാൻ വാഴാൻ തുടങ്ങും. ആ വിഷയത്തിനോ ഞാൻ കടന്നു പോകുന്ന ഒരു പ്രതിസന്ധിക്കോ എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഉറപ്പും ധൈര്യവുമാണ് ഒരു ദൈവവൈതലിന്റെ ഉള്ളിൽ വാസ്തവത്തിൽ ഉണ്ടാകുന്നത്. ഇഫ് യു ആർ ഫിൽഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവ ആത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ദ സ്പിരിറ്റ് ഇൻസൈഡ് യു വിൽ ഗൈഡ് യു. നിങ്ങളെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങും. ആ ധൈര്യത്തോടെ ഈ ദിവസത്തെ വരവേൽക്കാം. എത്ര വലിയ വിഷയമാണെങ്കിലും എത്ര വലിയ സാഹചര്യമാണ് ഒന്ന് പറഞ്ഞേ, ഞാൻ അതിനെ മറികടക്കുക തന്നെ ചെയ്യും. എന്നെ വിളിച്ചിരിക്കുന്നത് തന്നെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നത്, കർത്താവ് എന്നെ ആക്കിയിരിക്കുന്നത് തന്നെ ടു ഓവർകം വാട്ട് എവർ സിറ്റുവേഷൻ. കർത്താവെ വന്ന് കർത്താവല്ല പ്രവർത്തിക്കുന്നത്. ഗോഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഫാദർ. പിതാവിന്റെ വലത്ത് ഭാഗത്ത് കർത്താവ് സ്വർഗത്തിൽ കയറി ഇരുന്നു. ആൻഡ് ഗോഡ് ഈസ് റെസ്റ്റിംഗ്. ഹി വിൽ ഓൺലി കം ബാക്ക് എപ്പോഴാണ്? വെൻ ദ ട്രംപറ്റ് ഈസ് ഗോയിങ് ടു സ്പാങ്. ആ ട്രംപറ്റ് കാഹളം ധ്വനിക്കുമ്പോഴാണ് ഇനിയും കർത്താവ് എഴുന്നേൽക്കാൻ പോകുന്നത്. തന്റെ മക്കളെ ചേർക്കാനാണ് എഴുന്നേൽക്കുക. അത്രയും നാള് ദ ആക്ഷൻ ഈസ് ഫ്രം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മക്കൾക്കാണ് അധികാരം കർത്താവ് തന്നിരിക്കുന്നത്. പദവി എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുകയാണ്. യു ഹാവ് ടു ആക്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കും. യു ആർ എൻ ഓവർകമർ. ആരോട് പറയുകയാണ്? നിങ്ങൾ മറികടക്കുന്നവരാണ്. ഒന്നും നിരാശപ്പെട്ടോ താടിക്ക് കൈ കൊടുത്തോ ഒരു വിഷയം കണ്ടോ ഒരു പ്രയാസം കണ്ടോ ഒരു പ്രതികൂലം കണ്ട് ഒന്നും അവിടെ തളർന്ന് ദൈവമക്കൾ ഇരിക്കരുത്. ഞങ്ങൾ എഴുന്നേറ്റോണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. ഏത് പ്രതിസന്ധി വന്നാലും അത് മറികടക്കാനുള്ള ദൈവശക്തി നമ്മുടെ ഉള്ളിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുക, യേശുക്രിസ്തുവിന്റെ നാളോളം നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയാം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കും, അത്ഭുതമാക്കി തീർക്കും. നിങ്ങൾ ഒരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ? ആ പ്രാർത്ഥനയോടെ ആ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങൾ അത് ചെയ്യുകയാണോ? അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആ കർത്താവ് കൂടെ ഉണ്ടെന്നേ, ഒരിക്കലും കൈവിടത്തില്ല. പകുതി വഴിക്ക് സ്റ്റക്കായി നിൽക്കുവാണോ? ഇല്ല. അതിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, തോറ്റു പോകത്തില്ല. അത്ഭുതം നടക്കും. ആ കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അതിനെ പൂർത്തീകരിക്കാവുന്ന നല്ല പ്രവൃത്തി യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അവിടെ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. കർത്താവ് ആരംഭിച്ചെങ്കിൽ അത് കർത്താവ് പൂർത്തീകരിക്കും, അത്ഭുതമാക്കി തീർക്കും. ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ വരവോളം അത് തികയ്ക്കാൻ മതിയായി. ഉള്ളി ഗുഡ് വിൽ ഹാപ്പൻ ടു മീ. ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ് നല്ലതേ എൻ്റെ ജീവിതത്തിൽ വരത്തുള്ളൂ, നല്ലതേ എൻ്റെ കർത്താവ് ചെയ്യത്തുള്ളൂ. ആ ദൈവത്തിന്റെ പ്രവൃത്തി നോക്ക്, ചില കാര്യങ്ങളൊക്കെ ചിലപ്പം ചെറിയ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അതിന്റെ ഔട്ട്കം വിൽ ബി ഗുഡ്. അത് തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. ആൻഡ് ഔട്ട്കം വിൽ ബി ഗുഡ്. ഒന്നിനും കുറവ് ജീവിതത്തിൽ വരത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിപ്പിച്ച് ദൈവരാജ്യത്തിൽ കർത്താവ് എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുമ്പോൾ ഗോഡ് ഈസ് എക്സ്പെക്ടിങ് സംതിങ് ഫ്രം അസ്. എന്റെയും നിങ്ങളിലെ ഉള്ളിൽ നിന്ന് കർത്താവ് ചിലത്
പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രി വാസ്തവത്തിൽ ഒരു സ്വപ്നമാണോ ദർശനമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഐ ബിലീവ് ഇറ്റ് ഇസ് എ വിഷൻ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ഒരേ കാര്യം തന്നെ കാണാനുണ്ട്. അത് വളരെ വളരെ ചുരുക്കമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഐ നോ ഒന്ന്, ദിസ് ഇസ് ഫോർ മീ. ഞാൻ എന്ത് കണ്ടാലും ഞാൻ ആദ്യം എനിക്കായിട്ടാണെന്ന് ഞാൻ ഏറ്റെടുക്കും. ചിലപ്പോൾ അത് എഡിഫിക്കേഷൻ ആയിരിക്കാം, ചിലപ്പോൾ അത് കറക്ഷൻ ആയിരിക്കാം. ഞാൻ ദിസ് ഇസ് ഫോർ മീ ആൻഡ് ദിസ് ഇസ് ഫോർ യു ഓൾസോ. നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. ഞാൻ ഒരു മരത്തിന്റെ കീഴിൽ പഴയ ഒരു അംബാസിഡർ കാർ, പഴയ അംബാസിഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഓൾഡ്. ലാൻഡ് മാസ്റ്റർ ആണോ അതോ മാർക്ക് 1 ആ ഒരു പഴയ അംബാസിഡർ, മാർക്ക് 4 ഒന്നുമല്ല, പഴയ അംബാസിഡർ, ദ ഓൾഡ് വൺ, മാർക്ക് 1 ആ ടൈപ്പ് അംബാസിഡർ ഒരു മരത്തിന്റെ കീഴിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞാനപ്പോൾ രാത്രി 1 മണിയായപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ദർശനം കണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കിടന്നപ്പോൾ ഞാൻ വെളുപ്പിനെ ഏതോ സമയത്ത് വീണ്ടും ഞാനിത് കണ്ടു. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ ദൈവവചനമൊക്കെ എടുത്തപ്പം എൻ്റെ മുമ്പിൽ ഒരു വാക്യം പ്രത്യക്ഷപ്പെട്ടു. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, നീ പാർക്ക്ഡ് കാർ വിൽ ഗോ നോവർ. പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി അതെങ്ങും പോകത്തില്ല. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് സംസാരിക്കുകയാണ്. എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കുകയാണോ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്, യു ഹാവ് ടു മൂവ് ഫോർവേഡ്. മുമ്പോട്ട് പോകും, കീപ് ഗോയിങ്. ഞാൻ എൻ്റെ ഈ 1 മിനിറ്റ് റീൽ പ്രോഗ്രാമിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നതാണ്, കീപ് ഗോയിങ്. മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ സിറ്റുവേഷൻ, കീപ് സ്റ്റെപ്പിംഗ്. എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. നിങ്ങൾ മുമ്പോട്ട് പോകുന്നവരാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു വാക്യം ഒന്ന് ചിന്തിക്കാം. ഇറ്റ് ഇസ് ഫ്രം ദ ബുക്ക് ഓഫ് പ്രോവർബ്സ്, അതിന്റെ 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. ശ്രദ്ധിക്കാം. 16:9. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. അതിന്റെ ആംപ്ലിഫൈഡ് ബൈബിള് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എ മാൻസ് മൈൻഡ് പ്ലാൻ ഹിസ് വേ ആസ് ഹിസ് ജേർണി ത്രൂ ലൈഫ്. അവരുടെ ജീവിത വഴികളിൽ ഒരു മനുഷ്യന്റെ മനസ്സ് തന്റെ വഴികൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. എന്നാൽ ബട്ട് ഗോഡ് ഡയറക്ട്സ് ദ സ്റ്റെപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷസ് ദം. കർത്താവ് അതിനെ ഡയറക്റ്റ് ചെയ്യുക മാത്രമല്ല, കർത്താവ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഗോഡ് ഇസ് സ്ലോ. എന്താണ്, കർത്താവ് ആക്ട് ചെയ്യുന്നില്ല, കർത്താവ് പ്രവർത്തിക്കുന്നില്ല. ഞാൻ ചിലതൊക്കെ പ്രാർത്ഥിച്ചു, ഞാൻ അത് കണ്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഗോഡ് ഇസ് നോട്ട് സ്ലോ ബട്ട് ഗോഡ് ഇസ് സ്ട്രാറ്റജിക്. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. ഇഫ് യു മിസ് ദ ടൈമിംഗ് ഓഫ് ഗോഡ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ്, വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇഫ് യു മിസ് ദ ടൈമിംഗ് ഓഫ് ഗോഡ്, you will miss everything in life. കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ he will make you stable where you are unstable. നോക്ക്, സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങും. കർത്താവ് എന്നെ ക്രമപ്പെടുത്താൻ തുടങ്ങും. കർത്താവ് ആ കറക്റ്റ് ട്രാക്കിലോട്ട് എന്നെ കൊണ്ടുവന്ന് കർത്താവ് കയറ്റി നിർത്താൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, എന്റെ വഴി, ദൈവവചനം പറയാം, മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെ എന്റെ കർത്താവ് ക്രമപ്പെടുത്തുന്നു. കർത്താവാണ് നമ്മുടെ മുമ്പോട്ട് ഓരോ ദിവസവും. നോക്ക്, നമ്മുടെ തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഞാൻ അറിയാതെ അതിലൊന്നുപോലും താഴെ വീഴത്തില്ല. നമ്മുടെ ഓരോ ദിവസവും, എവറി ഡേ ഈസ് ഓർഡൈൻഡ് ബൈ ഗോഡ്. ദൈവത്താൽ നിർമ്മിതമാണ് ഓരോ ദിവസവും. അങ്ങനെയാണെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി ഓരോ ദിവസവും എനിക്ക് വേണ്ടത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വന്ന് ചേരുക തന്നെ ചെയ്യും. പക്ഷെ കർത്താവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന, ഡോണ്ട് ബി ലൈക്ക് എ പാർക്ക്ഡ് കാർ. ഒരു വാഹനത്തെ പോലെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇടുന്ന വാഹനമായിട്ടല്ല ടു മൂവ് ഫോർവേഡ്, മുമ്പോട്ട്. കർത്താവ് വെറുതെ ആ ദർശനം കാണിച്ചതല്ല, ആരോട് പറയുകയാണ് മുമ്പോട്ട് പോവുക, നീ എഴുന്നേറ്റൊന്ന്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ്, ഷിനായിക്ക് നല്ലവണ്ണം അറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വിഷയത്തിൽ വളരെ വളരെ ഭാരപ്പെട്ട് എനിക്ക് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. രാത്രി 2 മണിയാകുമ്പോൾ, ഞാൻ എപ്പോൾ കിടന്നാലും രാത്രി 2 മണിയാകുമ്പോൾ ഉണർന്നിട്ട് പിന്നെ രാവിലെ വരെ ഉണർന്ന് കിടക്കും. എന്നിട്ട് ഈ പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തകൾ വരാൻ തുടങ്ങും. അയ്യോ, എന്നായ അങ്ങനെ ചെയ്യരുതായിരുന്നു, അതൊരു മണ്ടത്തര
ആയി പോയി. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എന്നെ വല്ലാതെ അങ്ങ് ഭരിക്കാൻ തുടങ്ങി. അപ്പം ചില കാര്യങ്ങളിൽ ഞാൻ സ്റ്റക്കായി കിടക്കുക, എനിക്ക് മുമ്പോട്ട് പോകാൻ മേലാതെ ചില കാര്യങ്ങളിൽ കിടക്കാണ്. എന്നാൽ ഒരു ദിവസം ഞാൻ ഒരു ദൈവശബ്ദം കേട്ടു, മൂവ് ഫോർവേഡ്, ഗോ ഫോർവേഡ്, എഴുന്നേറ്റ് ഇറങ്ങി നീ പുറപ്പെട്. ഞാൻ എഴുന്നേറ്റ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആ വിഷയത്തിന്റെ മേൽ എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരം ഇറങ്ങി വന്നു. അവിടെ നോക്ക്, ഞാൻ ആരെ കാണണം, ആരുടെ അടുത്തോട്ട് പോകണം ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ കർത്താവ് ഡയറക്റ്റ് ചെയ്തു. ഷീന വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞത് ഇന്ന സ്ഥലത്തോട്ടൊന്ന് പോയിക്ക്, ഇന്ന സ്ഥലത്തോട്ട്. ഞാൻ ആ സ്ഥലത്തോട്ട് പോയ അവിടെ ചെന്നപ്പം എനിക്ക് ലഭിച്ച ആ സ്വീകരണം, 2 കൈയും നീട്ടി എന്നെ സ്വീകരിച്ചത്. ഒന്നും വിഷമിക്കേണ്ട, ഈ കാര്യം ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. ഞാൻ ഈ കാര്യം ഇതിനെക്കുറിച്ച് ഓർത്ത് ഇനിയും വിഷമിക്കേണ്ട. ഈ കാര്യം ഞാൻ ചെയ്ത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴേ കാണത്തുള്ളൂ വെൻ യു മൂവ് ഫോർവേഡ്. നിങ്ങൾ മുമ്പോട്ട് പോയാൽ മാത്രമേ. അതല്ല കർത്താവിന് ഇപ്പോൾ ഒരുക്കാൻ പറ്റും. കർത്താവ് അങ്ങനെയാണ്. ഹി നോസ് ദ എൻഡ് ബിഫോർ ദ ബിഗിനിങ്. കർത്താവ് ആദ്യം തന്നെ അവസാനം അറിയുന്നവനാണ്. ഇന്ന് ഷീന വായിച്ചതുപോലെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, ആ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവിന് അത് തികയ്ക്കാൻ അറിയാം. എന്തേ തികയ്ക്കത്തുള്ളൂ? നല്ലത് മാത്രമേ തികയ്ക്കത്തുള്ളൂ. ദൈവമക്കൾ വിളിച്ചത് പറയുന്നത് നല്ലതേ എൻ്റെ ജീവിതത്തിൽ വരത്തുള്ളൂ. ഐ എം ഇൻ ദ പെർഫെക്റ്റ് ടൈം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അതേ സമയത്തിന്റെ കീഴിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഒരിക്കലും എൻ്റെ കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. കർത്താവിന് അറിയാം അത് എപ്പോൾ ചെയ്യണം, എപ്പോൾ പ്രവർത്തിക്കണം. പക്ഷെ ദൈവമക്കൾ എന്ത് ചെയ്യണം? ഇറങ്ങിപ്പോ മടുത്തിരിക്കരുത്. ഇന്ന് മടുത്തും മടിയൊക്കെ പിടിച്ച് ഇരിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ചില വിഷയത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയി ഇനി മടിയെല്ലാം അടഞ്ഞു പോയോ എന്ന് വിചാരിച്ച് ഇരിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുക. ഒന്ന് എഴുന്നേറ്റേ, ഒന്ന് മുമ്പോട്ടൊന്ന് പൊയ്ക്കേ, ഒരു സ്റ്റെപ്പ് ഒന്ന് മുമ്പോട്ടൊന്ന് വെച്ചേ. കീപ് മൂവിങ്. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയണേ, കീപ് മൂവിങ്. അങ്ങ് മുമ്പോട്ടൊന്ന് ചലിക്കാൻ തുടങ്ങിക്കേ, ആൻഡ് യു വിൽ സീ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. നോക്ക്, ആ പ്രോബ്സ് തന്നെ അതിന്റെ 3-ാം അധ്യായം എന്ന് എടുത്ത് ഷിന, അതിന്റെ 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമുക്ക് ഈ ഭയങ്കര ബുദ്ധിയാണല്ലോ. നമുക്ക് ഈ നമ്മുടെ ബുദ്ധിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ബുദ്ധി ഒന്ന് താത്തു വെച്ച് കർത്താവിന്റെ ശബ്ദം ഒന്ന്, കർത്താവിന് സംസാരിക്കാൻ ഇഷ്ടമാണ്. ആരോടെ കർത്താവ് സംസാരിക്കത്തുള്ളൂ? അവന്റെ ശബ്ദം കേൾക്കുന്നവരോടെ സംസാരിക്കത്തുള്ളൂ. ഇഫ് യു ആർ ഹിയറേഴ്സ്, നിങ്ങൾ ആ കേൾക്കുന്നവരാണോ? കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരാണോ? നിങ്ങളോട് പിന്നെയും പിന്നെയും മിണ്ടിയും പറഞ്ഞുകൊണ്ടിരിക്കും. തോമസുകാർ ഇടയ്ക്ക് ഒരു കാര്യം പറയും, നനഞ്ഞടെ ദൈവം കുഴിക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലില്ലേ, നനഞ്ഞടം കുഴിക്കുമെന്നില്ലേ? അപ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആളുടെ മേലെ തോന്നിട്ട് പറയും, പിന്നെ അവരുടെ തലയിലോട്ട് കൊണ്ടുവന്ന് പിന്നെയും ചില കാര്യങ്ങളൂടെ അവരുടെ മേത്തോട്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇത് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ? നീ മാത്രമേ ഉള്ളൂ. കാരണം നീ എന്ത് ചെയ്യുകയാണ്? നീ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ശബ്ദത്തിന് നിങ്ങൾ സ്റ്റെപ്പ് വെക്കുന്ന വ്യക്തിയാണോ? പിന്നെയും പിന്നെയും നിങ്ങളോട് സംസാരിക്കും. കർത്താവിനെ കേൾക്കാൻ റെഡിയാണോ? കർത്താവ് സംസാരിക്കാനും റെഡിയാണ്. ഒന്ന് കേൾക്കാനെന്നത് ഇവിടെ പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തെ, ബുദ്ധി. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ചിലർക്ക് ഒരു വിചാരമുണ്ട്, എനിക്ക് ഭയങ്കര കഴിവുണ്ട്, ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും. ദൈവവചനം പറയുക, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം, അത്രേ ഉള്ളൂ. ഒന്നിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്ദി എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഒന്നിലും നമുക്ക് അഹങ്കരിക്കാനില്ല, ഒന്നിലും പുകഴാനില്ല. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമെന്ന് ഓർത്ത് നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും, ദൈവവചനം ഓർപ്പിക്കുകയാണ്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കാം. എല്ലാ വഴിയിലും. ഏതാണെങ്കിൽ നിങ്ങൾ ഹാർഡായിട്ട് കാണുകയാണോ? ചിലതൊക്കെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാമെന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളില്ലേ, അവിടെ കർത്താവിൽ ആശ്രയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അവിടെ അല്ല, അവിടെയും ദൈവത്തെ ആശ്രയിക്കണം. അവിടെയും കർത്താവിന്, യേശുവെ എന്റെ ജീവിതത്തിലോട്ടൊന്ന് വരണം. ഇത് അപ്പൊ കർത്താവ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വഴി എനിക്കും നിങ്ങൾക്കും ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ പറഞ്ഞിരിക്കുക, എല്ലാ വഴികളിലും നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കാം. ഇസ്രയേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കർത്താവ് പുറപ്പെടുവിക്കുകയാണ്, അല്ലെ?
കർത്താവ് പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് അവരെ മരുഭൂമിയിൽ 40 വർഷത്തോളം അവർ മരുഭൂമിയിൽ കറങ്ങി നടന്നു. അതിന് ദൈവം അവരുടെ കൂടെ ഇല്ലാഞ്ഞിട്ടാണ്. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്ലീസ് നോക്ക്, ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടത് എല്ലാം കർത്താവ് ആ മരുഭൂമിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്തു. ഒന്നിനും കുറവ് വന്നില്ല. 1-2 വർഷമല്ല, 25 ലക്ഷം പേർക്ക് 40ഓളം വർഷങ്ങൾ പ്ലീസ് അവർക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും കർത്താവ് പ്രൊവൈഡ് ചെയ്തു. ആ മരുഭൂമിയിൽ അവര് ചുറ്റി നടക്കുകയാണ്. ചുറ്റി നടന്നപ്പോൾ അവരുടെ ആവശ്യമുള്ളത് കർത്താവ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. പ്ലീസ് ലോൺ. എന്നാൽ അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരുക്കി വെച്ചിരുന്നതാണ് കനാൻ. അപ്പൊ മരുഭൂമിയിലോട് 40 വർഷം നടന്നെങ്കിൽ 40 വർഷം ഞാൻ എന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ കർത്താവേ ഇവര് 40 വർഷം ഒത്തിരി നമ്മൾ റീസൺസ് പറയാനുണ്ട്. അവർ മറുതലിച്ചു. 40 വർഷം എന്തുകൊണ്ടാണ് ഇവർ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ചുറ്റി നടന്നത്? കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്ലീസ്, അവർ ഈജിപ്റ്റ് മറക്കണം. ആരോടോ എന്ന് പറയുകയാണ്, ഈജിപ്റ്റ് മറക്കണം. നിങ്ങളുടെ പഴയത് എന്ത് ചെയ്യണം? മറക്ക. യു ഹാവ് ടു ഫോർഗെറ്റ് ഇറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ വാഗ്ദത്തങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഈ അനുഗ്രഹത്തെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കിതങ്ങോട്ട് എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാൻ നടത്തിയില്ലേ കർത്താവ്? ഈ ദിവസം വരെ കർത്താവ് നടത്തിയില്ലേ? മേലിലും കർത്താവ് നടത്തും. മരുഭൂമിയിൽ അവർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷെ കനാൻ അതല്ല. കനാൻ ഇസ് മോർ ദാൻ ഇനഫ്. അവർക്ക് വേണ്ടതിലധികം ആ ഒരു സ്ഥലത്തോട്ടാണ് കർത്താവ് എന്നെയും നിങ്ങളെയും നടത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. അവന് എന്ത് ചെയ്യണം? എല്ലാ വഴികളിലും അവനെ നനയ്ക്കണം. അവൻ പാതകളെ നേരെയാക്കും. പ്ലീസ്, അപ്പൊ ഈ മരുഭൂമിയിൽ ചുറ്റി നടന്നതിന് ഒറ്റ കാര്യമുള്ളൂ. നീ എന്ത് ചെയ്യണം? ഈജിപ്റ്റ് മറക്കണം. നിന്റെ പഴയ ചില അനുഭവങ്ങളുണ്ട്, പഴയ ചില കാര്യങ്ങളുണ്ട്, പഴയ ചില കണക്ഷൻസ് ഉണ്ട്, പഴയ ചിലതോ അതെ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആർ യു ന്യൂ? ആർ യു എ ന്യൂ പേഴ്സൺ? അല്ലെങ്കിൽ ആ ഓൾഡ് സ്റ്റിൽ അവിടെ ഉണ്ടോ? ആ ഓൾഡിന്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. സീക്ക് ഫോർ ദ ന്യൂ, സീക്ക് ഫോർ ദ കിങ്ഡം. ആ കർത്താവിന്റെ രാജ്യം ഒന്ന് ആഗ്രഹിച്ചേ, ആ കിങ്ഡം ഒന്ന് ആഗ്രഹിച്ചേ. കർത്താവ് അവരെ നടത്താമെന്ന് പറഞ്ഞ അവരുടെ പ്രോമിസ് ലാൻഡ് ഈ പ്രോമിസ് ചെയ്ത ആള് ആരെന്നാ വിചാരിച്ചേ? സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ആ കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് തന്റെ പ്രോമിസ് നിവർത്തിക്കുവാൻ, തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. അത് തക്ക സമയത്ത് എന്റെ കർത്താവ് ചെയ്യും. കർത്താവ് ആഗ്രഹിക്കുന്നത് there's a reason for God. എല്ലാത്തിനും ഒരു ചില കാര്യങ്ങളൊക്കെ ഡിലേ വന്നെങ്കിൽ അതിന്റെ അകത്ത് ആരോടോ പറയുകയാണ്, അതിന്റെ അകത്ത് കർത്താവിന് ഒരു റീസൺ ഉണ്ട്. വെറുതെ എനിക്ക് ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്കത് നന്മയായിട്ട് തോന്നുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അതെന്താണ്? നന്മയാണ്. നന്മയല്ല. എന്നെ ദോഷങ്ങളാൽ എന്റെ കർത്താവ് പരീക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ദോഷമായിട്ട് I believe the word of God. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുകയാണ്, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I believe that word. ആ വചനത്തിന് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും സ്വർഗത്തിൽ വെളിച്ചത്തിന്റെ പിതാവിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I know that is going to happen in my life. കനാൻ വരും, സമയമാകുമ്പം വരും. I will not worry. പക്ഷെ ഞാൻ എഴുന്നേക്കും. ഞാൻ അടങ്ങിയിരിക്കത്തില്ല. ഞാൻ താടിക്ക് കൈ കൊടുത്ത് ഇരിക്കത്തില്ല. ഞാൻ ഭാരപ്പെട്ട് ഇരിക്കത്തില്ല. ഞാൻ വാഗ്ദത്തങ്ങളെ വിളിച്ചു പറഞ്ഞ് ആ വാഗ്ദത്തത്തിന് അവകാശിയായി തീരും. ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ മുമ്പോട്ട് കുതിക്കാൻ തുടങ്ങും. ഞാൻ സ്റ്റെപ്പുകൾ വെക്കും. ഞാൻ കർത്താവിന്റെ ശബ്ദം കേൾക്കും. അങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഒരു ദൈവവൈതലിനെ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സങ്കീർത്തനം 37 ദൈവവചനം അതിന്റെ 23 വായിക്കുമ്പോൾ ദൈവത്തിന് 23-24 ചേർത്ത് വായിക്കാം. ശരി, സങ്കീർത്തനം 37 23 അതിന്റെ 24 വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. യഹോവ അവന്റെ Is God pleased? നിങ്ങളിൽ കർത്താവ് പ്രസാദിച്ചാണോ ഇരിക്കുന്നത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ വീണാലും 23 ഒന്നോട് വായിച്ചു. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഈ പ്രസാദം തോന്നിയാൽ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വാക്ക് അനുസരിക്കുന്നവർ, കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവർ. നോക്ക്, നമ്മളെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവിനെ നോക്ക്, വലിയ വരൾച്ച വന്നപ്പം കെരീത് തോട്ടിന്റെ ചൂട്ടിലിരിക്കുകയാണ്.
അവിടെ കർത്താവ് കാക്കയെ അയച്ച് ഏലിയാവിനെ പോറ്റുകയാണ്. പക്ഷെ ഒരു ദിവസം കെരീത് തോട്ടിലെ വെള്ളം പറ്റി. ഉടനെ ഏലിയാവ് വേണമെങ്കിൽ നിലവിളിച്ച് കരയാ, അയ്യോ കെരീത് തോട്ടിലെ വെള്ളം പറ്റി, ഇനി ഞാൻ എവിടെ പോകും അല്ലെ. ഏലിയാവ് ഹി വാസ് നോട്ട് വെറീഡ്. നോക്ക്, കെരീത് തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയുടെ വരവ് നിന്നാലും ആ അപ്പം കാക്ക കൊണ്ടുവന്നില്ലേലും വിളിച്ച കർത്താവ് വിശ്വസനാണ്. നോക്ക്, പ്രോമിസിനേക്കാൾ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, പ്രോമിസിനേക്കാൾ വലുതാണ് പ്രോമിസ്. എന്നോട് വാഗ്ദത്തം ചെയ്തവന്റെ വലിപ്പം ഒന്ന് അറിഞ്ഞാൽ, ആ പോൾ പറയുന്ന പോലെ ഞാൻ ആരെ വിശ്വസിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാണ്. ആ കർത്താവിന്റെ വലിപ്പം ഒരു ദൈവങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും അവര് ഇടിഞ്ഞു പോകത്തില്ല. പ്രീസ്. അപ്പം ഏലിയാവിനോട് പറയാൻ, നീ ഒരു കാര്യം ചെയ്യ്, ഈ സറാഫത്തിൽ നീ മതി, ഇവിടെ കുത്തിയിരുന്നത് മതി. ഞാനൊരു വിധവയോട് പറഞ്ഞിട്ടുണ്ട്, മൂവ് ഫോർവേഡ്, അങ്ങോട്ട് പോകും. ഇനി ഇവിടെ തരാം, ദൈവത്തിന് എന്നെ ഇവിടെ തരാൻ മേലെ, ദൈവത്തിന് എന്നെ ഇപ്പൊ പ്രവർത്തിക്കാൻ മേലെ, ദൈവത്തിന് ഇവിടെ എനിക്ക് വെള്ളവും ഞാൻ വെള്ളവും കാക്കയും കൊണ്ട് ഞാൻ സംതൃപ്തനാണ്, എനിക്ക് ഇവിടെ മതി. ചിലർ പറയുന്നത് എനിക്ക് ഇവിടെ മതി. ഈ നിങ്ങളുടെ പരിമിതികളിലോട്ട് എന്ത് ചെയ്യരുത്, ഒതുങ്ങരുത്. അത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്, നമ്മളെ ഒതുക്കാൻ നോക്കുന്നത്, നമുക്ക് പരിധികൾ കൊണ്ടുവന്നിടുന്നത്, നമുക്ക് ബൗണ്ടറീസ് കൊണ്ടുവന്നിടുന്നത്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ ബൗണ്ടറീസ് ഇല്ല. പുതിയ നിയമത്തിൽ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. പഴയ നിയമത്തിൽ നോക്ക്, കർത്താവ് അവരോട് പറയുമ്പോൾ പറയാണ്, ശമരിയ പട്ടണത്തിൽ കടക്കാതെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയാണ്, ശമരിയ, അവർക്ക് ബൗണ്ടറീസ് ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പം എല്ലാ ബൗണ്ടറീസും പൊട്ടി. പരിശുദ്ധാത്മാവ് വന്നപ്പം അവർക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷി. പരിമിതികളെ പൊട്ടിക്കുന്നതാണ് കർത്താവ്. ഏലിയാവിനെ അയക്കുമ്പം നോക്ക്, സറാഫത്തിൽ വിധവയുടെ വീട്ടിലോട്ട് അയക്കുകയാണ്. കെരീത് തോട്ടിലെ വെള്ളം പറ്റി. കെരീത് തോട്ടിലെ ഒരു കാര്യം ഡിലേ ആയെന്ന് വെച്ച്, ഒരു കാര്യം തടസ്സം വന്നെന്ന് വെച്ച്, അല്ലെങ്കിൽ ഒരു കാര്യം നടന്നില്ലെന്ന് വെച്ച് അതിന്റെ അർത്ഥം കർത്താവ് നിങ്ങളെ നടത്തത്തില്ലെന്നല്ല. അതിന്റെ അപ്പുറം കർത്താവ് നടത്താൻ മതിയായവനാണ്. എന്റെ ചില കാര്യങ്ങളിലൊക്കെ എന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ തടസ്സങ്ങൾ വന്നതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോയില്ല. അതിന്റെ അടുത്ത ചില വാതിലുകൾ കർത്താവ് തുറന്നു. അടുത്ത ചില അത്ഭുതങ്ങൾ ഞാൻ ഓർത്തു, ഇന്നത് നടന്നിട്ട് വേണം ഇന്ന കാര്യം ചെയ്യാനെന്ന് വിചാരിച്ചു. ആ ഇന്നത് നടക്കാതെയും ഇന്ന കാര്യം തരാൻ കർത്താവിന് പറ്റും. When God opens a door, no man can close it. ഒരു മനുഷ്യനും അത് അടയ്ക്കാൻ സാധിക്കത്തില്ല. അതിന് 24 വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഷിന, അവൻ വീണാലും നിലംപരിചാകില്ല, യഹോവ അവനെ കൈ പിടിച്ച് താങ്ങുന്നു. നോക്ക്, അവൻ വീണാലും അവൻ നോക്ക്, അവിടെ ആ വചനം ഷീന ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു മനുഷ്യൻ തന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. അപ്പൊ ആരെ കൈ പിടിച്ചിരിക്കുന്നേ? കർത്താവ് കൈ പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ് അവൻ വീണാലും. അപ്പൊ കർത്താവ് കൈ പിടിച്ചാൽ വീഴുവോ? ചിലപ്പോ വീഴും. കർത്താവ് കൈ അതാ ചിലർ പറയുന്നത്, ഈ ചില വിഷയം നടക്കാത്തപ്പോ കർത്താവ് എന്റെ കൂടെ ഇല്ലേ? കർത്താവ് ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ സ്ലോ ഡൗൺ ആവുമ്പോഴും ചില കാര്യങ്ങളൊക്കെ സ്റ്റക്ക് ആവുമ്പോഴും ഓർത്തോണം, God is working out something very special for you. ഇവിടെ പറയുകയാണ്, അവൻ വീണാലും നിലം പരിചാകത്തില്ല, യഹോവ അവന്റെ കൈ പിടിച്ച് താങ്ങുന്നു. എന്റെ കൈ പിടിച്ച് താങ്ങുന്ന, ലോക അവസാനത്തോളം എന്റെ കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ, ഒരു നാളും കൈ വിടത്തില്ല എന്ന് പറഞ്ഞ, ആൻഡ് ഹീ ഈസ് റിയൽ. ആരോടോ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്റെ കർത്താവ് റിയൽ ആണ്, എന്റെ കർത്താവ് യഥാവാനാണ്, എന്റെ കർത്താവ് കൈ പിടിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ സ്ലോ ഡൗൺ ആയെന്ന് വെച്ച്, ചില കാര്യങ്ങൾ നടന്നില്ലെന്ന് വെച്ച് അതിന്റെ അർത്ഥം കർത്താവ് ഇല്ലെന്നല്ല, അവിടെയും കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുക. God is working out something very special for you. Only good will happen. എന്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരത്തുള്ളൂ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റക്ക് ആകത്തില്ല. ഐ വിൽ ഗോ ഫോർവേഡ്, ഐ വിൽ മൂവ് ഫോർവേഡ്. ഞാൻ മുമ്പോട്ട് തന്നെ ആയും, ഞാൻ മുമ്പോട്ട് തന്നെ നടക്കും, ഞാൻ തല ഉയർത്തിപ്പിടിക്കും. ഏത് പ്രതിസന്ധി വന്നാലും അവിടെ ഞാൻ വീണു പോകത്തില്ല. ഒന്ന് പറഞ്ഞു, ഐ എം നോട്ട് എ പാർക്ക്ഡ് കാർ. ഞാനൊരു പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയല്ല. ഐ എം നോട്ട് എ പാർക്ക്ഡ് കാർ. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ടു മൂവ് ഫോർവേഡ്.
അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്ത് കിടക്കുവാണെങ്കിൽ ആ സ്റ്റാർട്ട് ബട്ടണിലോട്ടൊന്ന് കൈ ഒന്ന് വെച്ച് ഒന്ന് മുമ്പോട്ട് അടുത്തൊരു ഒരു ഹയർ ലെവലിലോട്ട് ഒന്ന് സ്റ്റെപ്പ് ചെയ്ത് നിങ്ങളുടെ ചുവടൊന്ന് മുകളിലോട്ട് വെച്ച് നിങ്ങൾ താഴോട്ട് നോക്കി നടക്കാതെ നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാനല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കൈ ഉയർത്താനാണല്ലേ കർത്താവ് പറഞ്ഞത്. പ്ലീസ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും പതുങ്ങി. എന്റെ സഹായം ഭൂമിയുടെ കീഴേ നിന്നാണ് വരുന്നതെന്നാണ്, എന്റെ സഹായം സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്, എന്റെ സഹായം എന്നെ തല ഉയർത്തിപ്പിടിച്ച് നോക്കാനാകത്ത വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പാനാണ് കർത്താവ് പറഞ്ഞത്. പ്ലീസ് നമുക്ക് അറിയാം എന്തോ ഒരു മനോഭാവമാണ് നമുക്ക് ഒന്ന് ഈ താഴ്മ ധരിക്കുന്നു. നമ്മളങ്ങ് ഇതൊന്നും അല്ല താഴ്മ. താഴ്മ എവിടെയാ വരണ്ടേ? നമ്മുടെ മനസ്സിന്റെ അകത്ത്. മറ്റേത് എക്സ്റ്റേണലാണ്, ഭക്തിയുടെ വേഷമാണ്. ആ ഭക്തിയുടെ വേഷമൊക്കെ പൊളിച്ചു കളയണം. ഭക്തിയുടെ വേഷമൊന്നും ധരിക്കണ്ട. പ്രീസ് അല്ലെങ്കിൽ ഞാൻ ചെല്ലു പറയും കണ്ണു തുറന്ന് ആണോ പ്രാർത്ഥിക്കുന്നത്? കണ്ണു തുറന്ന് പ്രാർത്ഥിച്ചാൽ എന്നാ കുഴപ്പം? കണ്ണു ദൈവം തന്നല്ലേ. കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒത്തിരി കാഴ്ചകളൊക്കെ മുമ്പിൽ വരും. അപ്പൊ അവത്തിലോട്ടൊക്കെ നമ്മളതൊന്ന് ശ്രദ്ധിച്ചെന്ന് വരും. അപ്പം കോൺസെൻട്രേഷനും അല്ല കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു ഒന്നും എന്റെ കർത്താവിന് വിഷയമല്ല. നീ ആരെ നോക്കുന്നു, ആരാണ് നിന്റെ മനസ്സിൽ, ആരാണ് നിന്റെ ഹൃദയത്തിന്റെ മെയിൻ പോർഷനിൽ ഇരിക്കുന്നത്, ആരാണ് പ്രധാന സ്ഥാനം, ആർക്കാണ് നീ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ആരുടെ വാക്കിനാണ് നീ വില കൊടുത്തിരിക്കുന്നത്, അതാണ് പ്രധാനം. യേശുവിന്റെ കൈ പിടിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒരു ദൈവവൈതലിനോട് പറയാം, ഒരിക്കലും ലജ്ജിക്കത്തില്ല. വീണുപോയാലും അവിടെ അതാ എഴുതി, നീ വീണാലും നിലം പരിചാകത്തില്ല, യഹോവ നിന്നെ കൈ പിടിച്ച് താങ്ങും. സോ ലെറ്റ് us pray. ഇന്ന് കേട്ട വചനത്തിന് മുമ്പ് ഡോണ്ട് ബി എ പാട്ടുകാർ, ഒരു പാട്ടുകാരാകാതെ മൂവ് ഫോർവേഡ്. ആരോട് പറയുകയാണ്? മുമ്പോട്ട് തന്നെ ചലിച്ച്, മുമ്പോട്ട് തന്നെ പോയി, മൂവ് ഫോർവേഡ് ആൻഡ് ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് ഈസ് വിത്ത് യു. നിങ്ങളുടെ കൂടെ എന്റെ കർത്താവിന്റെ കരം കൂടെയുണ്ട്. സോ ലെറ്റ് us pray. യേശുവേ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ടതുപോലെ കർത്താവെ, ആ കർത്താവിന്റെ വാക്ക് കേട്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മടികളും മടുപ്പുകളും നിരാശകളും ഒക്കെ മാറ്റി ആ കർത്താവിലേക്ക് നോക്കി ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ അന്നിൽ നിന്ന് പുറകോട്ട് പോകുവാൻ സമ്മതിക്കരുത് കർത്താവെ. ആ വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കാണുമ്പോൾ ഹല്ലേലൂയ നിരാശപ്പെട്ടിരിക്കാതെ എന്റെ യേശുവിനാൽ ഞാനിതിനെ മറികടക്കുമെന്നുള്ള ആ ബോധ്യത്തോടെ ഉറപ്പോടെ ഓടാൻ ഓരോ മക്കൾക്കും കൃപ കൊടുക്കണമേ. അവർ നേരിടുന്ന എല്ലാ ഭാരങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. വഴികൾ തുറക്കട്ടെ. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. സമാധാനം യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ ഞാൻ പ്രവചിക്കുന്നു. കർത്താവേ, നിന്റെ കരം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ സമാധാനം രാജ്യത്തുണ്ടാകണമേ. എല്ലാ ഇത് മാറട്ടെ, അസമാധാനങ്ങൾ മാറട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. ക്യാൻസറായി ഭാരപ്പെടുന്ന വ്യക്തികൾ ഇന്ന് സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഞങ്ങളെ കേൾപ്പിക്കണം. കർത്താവെ, നിന്റെ കരം തൊടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്കായി കിടക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് പുറപ്പെടുക. എഴുന്നേറ്റ് മുമ്പോട്ടൊരു സ്റ്റെപ്പ് വെച്ച്, നിങ്ങൾ ആ ഇരിക്കുന്ന സ്ഥാനത്തൊന്ന് ചാടി ഒന്ന് എഴുന്നേറ്റ് ഒരു സ്റ്റെപ്പ് ഒന്ന് മുമ്പോട്ട് വെച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ചില വിടുതലുകൾ ഉണ്ടാകട്ടെ. ചില വഴികൾ സ്വർഗം തുറക്കുന്നതിനായി സ്തോത്രം. അന്യായമായ ബന്ധനങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. എല്ലാ ശൂന്യതകളും മാറട്ടെ. ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. നിരാശകൾ മാറിപ്പോകട്ടെ. എല്ലാ ആകുലതകളും മാറട്ടെ. പിശാചിന്റെ പ്രവർത്തികൾ അഴിയട്ടെ. വീടുകൾ വിടുവിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയട്ടെ. പിശാചിന്റെ പ്രവർത്തികൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ വഴക്കുള്ള ഭവനങ്ങൾ
യേശുവിന്റെ നാമത്തിൽ ദൈവികമായ സമാധാനം വരട്ടെ വീടുകൾക്കകത്ത്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കൃപ പകരുന്നതിനായി സ്തോത്രം. അഭിഷേകത്താലും ശക്തിയാലും ഓരോ മക്കളെയും അവിടുന്ന് നിറയ്ക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ, അവിടുത്തെ കരം കൂടെ ഇരിക്കണമേ. വീണാലും എന്നെ എഴുന്നേൽക്കുന്ന, വീണാലും എന്നെ കൈ പിടിച്ച് താങ്ങുന്ന നല്ലൊരു കർത്താവിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകരണമേ അപ്പ. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. So God bless you. God bless you. Have a wonderful day. God bless you. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. And share the video also. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. And keep moving. ഒരു പാർക്ഡ് കാർ ആകരുത്. മുമ്പോട്ട് പോകാനാണ് വിളിച്ചിരിക്കുന്നത്. പാർക്ഡ് കാർ ഗോസ് നോവർ. അത് നാളെ ചെന്നാലും അവിടെ കാണും. ഇന്നലെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അത് എപ്പോഴും അവിടെ തന്നെ കിടക്കും, അത് പോകുന്നില്ല. പ്രീസിനോ. പക്ഷേ എന്നെ നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് മുമ്പോട്ട് പോകാനാണ്. ഏത് സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തെ ജയിച്ച് അതിനകത്ത് കർത്താവുണ്ട്. അവൻ കൈ പിടിച്ചിട്ടുണ്ട്. എന്നെ ഇന്ന് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു ആ വാക്യം. നമുക്ക് അവൻ വീണാലും നിലം പരിചായി പോകത്തില്ല. യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കും. അപ്പൊ കർത്താവ് കൂടെ ഉള്ളവരും ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ വീഴാൻ സാധ്യതയുണ്ട്, പക്ഷെ കൈ പിടിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ധൈര്യം. So God bless you. Have a wonderful day and share the video. God bless you.